ഹല്ലേലൂയ. ആ വാക്കുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന, ആ ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാക്കുകൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവിക വചനത്തിന്റെ ചിന്തയിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ആ വാക്കുകൾക്ക് മാത്രമേ ഈ ലോകത്തെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചുറ്റുപാടിനെയൊക്കെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം എന്ത് ചെയ്യണം? രാവും പകലും ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്കുകളെ മെഡിറ്റേറ്റ് ചെയ്യുവാൻ, അതിനെക്കുറിച്ച് ധ്യാനിപ്പാൻ, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പാൻ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിപ്പാൻ നമ്മൾ ഒരുക്കപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരുക്കപ്പെട്ട് നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വാക്കുകളാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ അധരത്തിലൂടെ അത് പുറപ്പെടത്തുള്ളൂ. അങ്ങനെ അധരത്തിലൂടെ അത് പുറപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവിക പ്രവൃത്തി നമ്മൾ വെളിപ്പെടുവാനിടയാകും, അത് നമ്മൾ കാണുവാനിടയാകും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഒരു സംഭവം, ഈ കുഞ്ഞിന്റെ വിഷയം സംഭവിച്ചു. അതുപോലെ ഞാൻ ചെറിയ ശമ്പളത്തിന് ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് എൻ്റെ ഒരു ചിന്ത വന്നു. ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ ഞാൻ തന്നെ ചെയ്ത ബിസിനസ് പൊട്ടി കുറേ പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് അവിടെ പോയത്. അതുപോലെ മറ്റ് സാമ്പത്തിക ബാധ്യതയോടുകൂടിയാണ് വിദേശത്തേക്ക് പോയത്. എന്നാൽ ദൈവത്തെ, യേശുവിനെ അറിഞ്ഞ നിമിഷം മുതൽ എനിക്കൊരു പ്രത്യാശ വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയ്ക്കും കഴിവിനും ജ്ഞാനത്തിനും ശക്തിക്കും അപ്പുറമായി ദൈവം പ്രവർത്തിക്കുമെന്ന ഒരു ഉത്തമ ബോധ്യം എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടു തുടങ്ങി. കാരണം ദൈവം പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അന്ന് ഈ വചനം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു തന്നു. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാം. 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായ മഹത്വം ഉണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹല്ലേലൂയ. ഇപ്പൊ നാം ചോദിക്കുന്നതിലും നാം നനയ്ക്കുന്നതിലും നാം ആഗ്രഹിക്കുന്നതിലും നാം സ്വപ്നം കാണുന്നതിലും അത്യന്തം പരമായി, അതിലൊക്കെ ഉപരിയായി ചെയ്യുവാൻ. ഹല്ലേലൂയ. ആ ചെയ്യുവാൻ എന്നുള്ള വാക്ക് നാം ഓർക്കണം. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, യേശു പറഞ്ഞത് ചെയ്യുവാനാ ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജ്ഞാനത്തെക്കാൾ, നമ്മുടെ ശക്തിയേക്കാൾ, ഹല്ലേലൂയ, നമ്മുടെ കുടുംബ മഹിമയേക്കാൾ, ഹല്ലേലൂയ, വലിയതായ ഒന്ന് ചെയ്യുവാൻ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുക. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ, ഹല്ലേലൂയ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഹല്ലേലൂയ. ഈ പ്രവൃത്തി, യേശു കൽപ്പിച്ച വാക്കുകൾ ചെയ്യുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ ചെയ്യും എന്നോർത്ത് ആരും ഭാരപ്പെടേണ്ട. ഇത് ചെയ്യുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ട്. ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പൊ എന്റെ ഉള്ളത്തിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളത്തിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നാം ആഗ്രഹിക്കുന്നതിൽ ഉപരിയായി ചെയ്യുവാൻ, നാം ചിന്തിക്കുന്നതിൽ ഉപരിയായി ചെയ്യുവാൻ നമ്മുടെ ഉള്ളത്തിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ആ ശക്തിയെ ഒന്ന് തിരിച്ചറിയണം. ആ ശക്തിയെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഹല്ലേലൂയ. ആ ശക്തിയെ ഒന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം ദൈവദാസൻ നമ്മളോട് പഠിപ്പിച്ചു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു. നാം ഈ ലോകത്തിനുള്ളവരല്ല. ഈ ലോകത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും താൽക്കാലികമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും
നമ്മുടെ ഈ ഭൂമിയുള്ള സമയം വരെ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. എത്ര സൗഖ്യം ലഭിച്ചാലും, എത്ര സമ്പത്ത് ലഭിച്ചാലും, എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അത് ഈ ഭൂമിയിൽ മാത്രമായിരിക്കും. എന്നാൽ ഇന്ന് നമുക്കൊരു സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത്, ഇന്ന് തന്നെ നമുക്ക് ദൈവത്തോടു കൂടെ ദൈവരാജ്യത്തിൽ വസിപ്പാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് മുതലേ നാം വിശ്വാസത്താൽ ഹല്ലേലൂയ ദൈവത്തോട് കൂടെ വസിക്കുവാൻ നാം ആരംഭിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ വസിക്കരുത്, ഈ ലോകത്തിൽ വസിക്കരുത്. ഹല്ലേലൂയ. ലോകത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ചിന്തയിൽ നാം മൂവ് ചെയ്യരുത്, ലോകത്തിന്റെ ചിന്തയെ നാം എന്റർടൈൻ ചെയ്യരുത്. ഹല്ലേലൂയ. ലോക മെഡിക്കൽ സയൻസ് പറയുന്നതിനെ നമ്മൾ എന്റർടൈൻ ചെയ്യരുത്. ഹല്ലേലൂയ. യേശു പറഞ്ഞ വാക്കിൽ നാം ജീവിക്കാൻ തുടങ്ങിയാൽ, യേശുവിന്റെ വാക്കിൽ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, ഹല്ലേലൂയ, നാം യേശുവിൽ വസിക്കാൻ തുടങ്ങിയാൽ, യേശുവിന്റെ വചനത്തിൽ നാം വസിക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ഹല്ലേലൂയ പുതിയൊരു തലത്തിലേക്ക് നമ്മെ എത്തിക്കും. ഹല്ലേലൂയ. ഈ വചനം ഇപ്പോഴാണ്, ഇപ്പൊ അടുത്ത കാലത്താണ് എനിക്ക് വെളിപ്പെട്ടതെങ്കിലും കൃപയാൽ ഞാൻ ദൈവത്തെ അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ ഉള്ളിലൊരു ചിന്ത ദൈവാത്മാവ് ഉദിപ്പിച്ചു. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ യേശുവിൻ്റെ വാക്ക് പ്രകാരം ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് വീഴ്ചകളൊക്കെയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ കണ്ടിരിക്കുകയാണ്, യേശുവിൻ്റെ വാക്ക് കേട്ട് ദൈവവചനപ്രകാരം നമ്മൾ ചലിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മഹാകരുണ നമ്മെ മൂടുവാനിടയാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകൃപ നമ്മെ താങ്ങുവാനിടയാകും. നമ്മുടെ എല്ലാ ബലഹീനതയിലും നമ്മുടെ എല്ലാ കുറവിലും ദൈവം നമ്മെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഏതാണ്ട് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് 3 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ ഞാനൊരു സാധാരണ ജോലി ചെയ്യായിരുന്നു. ആ ജോലി സ്ഥലത്ത് ഒരു കമ്പനിയിൽ ഡ്രാസ്മാൻ ആയിട്ട് ജോലി ചെയ്യായിരുന്നു. പക്ഷെ അവിടെ ദൈവത്തിന്റെ വചനം എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന ദേശത്ത് ഞാൻ നിന്നെ ഉയർത്തി എൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ ഉപയോഗിക്കും എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. നിന്റെ ദേശത്ത് നിന്റെ കുടുംബക്കാർ ഒരുപക്ഷെ നീ പറയുന്നത് വിശ്വസിക്കത്തില്ല ഇപ്പോൾ, പക്ഷെ നീ പറയുന്നത് വിശ്വസിക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ വിശ്വസിക്കുമാറ ഞാൻ നിന്നെ ഉയർത്തും. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ആ ദേശത്തും നിന്റെ കുടുംബത്തിലും വെളിപ്പെടുമെന്ന് കർത്താവ്, ഞാൻ വിശ്വാസത്തിൽ വന്ന് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. പക്ഷെ ഞാൻ അതിൻ്റെ ജീവിതത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് കാണുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ യോഗ്യതയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു സിവിൽ ഡിപ്ലോമ, ഹല്ലേലൂയ, ഒരു ഇന്റീരിയർ ഡിസൈനിങ് ഡിപ്ലോമ, വലിയ യോഗ്യതയൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കമ്പനിയിൽ വെച്ച് എനിക്ക് അവിടെ മാനേജ്മെന്റ് ഒരു ഓഫർ തന്നു. ആ കമ്പനിയിലെ മാനേജറായിട്ട് നിന്നെ അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ ബിടെക് കഴിഞ്ഞ ആൾക്കാരുണ്ട്, എംടെക്കുകാരുണ്ട്, പല മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുമുണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഞാൻ ആകെ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഓഫർ എൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയം തന്നെ ഞാനത് സ്വീകരിച്ചു. ഞാൻ ഉറപ്പ് പറഞ്ഞു, കാരണം എനിക്ക് അറിയാത്തൊരു മേഖലയിൽ, ഞാൻ വർക്ക് ചെയ്തതായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു മേഖലയിലാണ് എനിക്കൊരു അപ്പോയിൻമെന്റ് കിട്ടിയത്. അങ്ങനെ 2010 ഹല്ലേലൂയ ജനുവരി 1-ാം തീയതി ആ പുതിയൊരു പോസ്റ്റിൽ ഇരിക്കാൻ ദൈവം കൃപ തന്നു. ഹല്ലേലൂയ. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ എന്നെ ട്രെയിൻ ചെയ്യാനും തുടങ്ങി. ഒരു സ്ഥലത്ത് ഒരു പ്രൊമോഷൻ കിട്ടിയെങ്കിലും മറു സൈഡിൽ പല പല പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നു. കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നു. ഹല്ലേലൂയ. കേസുകൾ വരാനിടയായി. ഹല്ലേലൂയ. 1 വർഷത്തോളം എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലായിരുന്നു. 1 വർഷത്തോളം കാലം എനിക്ക് ആ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ 2 കേസ് എൻ്റെ പേരിലേക്ക് വന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ പഴയ മാനേജ്മെന്റ് ചെയ്ത കേസ് എൻ്റെ പേരിലേക്ക് വന്നു. ഹല്ലേലൂയ. ആ സമയത്തൊക്കെ ദൈവാത്മാവ് എന്നോട് പറയുന്ന കാര്യം, വചനത്തിലൂടെ കർത്താവ് എന്നോട് പറയുന്ന കാര്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് പറയുന്ന വാക്ക് തന്നെ നീ വിളിച്ചു പറയുക, ഞാൻ നിന്നോട് പറയുന്ന വാക്ക് തന്നെ നീ റിലീസ് ചെയ്യുക. നീ കാണുന്നത് നീ വിശ്വസിക്കേണ്ട, നീ കാണുന്നതിനെ നിന്നോട് ഭയപ്പെടുന്ന വാക്കുകൾ ആരെയും പറയുന്നെങ്കിൽ നീ അത് വിശ്വസിക്കരുത്, നീ അത് ഏറ്റെടുക്കരുത്. ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് തന്നെ നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഏതാണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഇന്ത്യൻ മണി കൂട്ടുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 3.5 കോടി രൂപ ഹല്ലേലൂയ ഫൈനായി കെട്ടണം. ഹല്ലേലൂയ. അതുമാത്രമല്ല,
ഈ ഫൈൻ അവർ കെട്ടിയില്ല എങ്കിൽ, ഈ ഫൈൻ അവർ അടച്ചില്ല എങ്കിൽ, അത് അടയ്ക്കുന്ന അല്ലെങ്കിൽ ആ കാലാവധി വരെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഉള്ളിൽ ഇരിക്കേണ്ട അവസ്ഥയും വരും. പിന്നെ അഥവാ എന്നെ കോടതി വെറുതെ വിട്ടാലും സ്വാഭാവികമായി ഒരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ വിടുകയാണ്. ഹല്ലേലൂയ. എൻ്റെ മാരേജ് കഴിഞ്ഞ തൊട്ടടുത്ത സമയമാണ്. ഹല്ലേലൂയ. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ രാജ്യത്തേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ നമ്മൾ ലോകപരമായി ചിന്തിക്കുക അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് വന്നത് ചിന്തിച്ചാൽ ഇങ്ങനെയാണ് അതിൻ്റെ അനുഭവം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, ഹല്ലേലൂയ, നീ അതിനെ മറ്റുള്ളവർ പറയുന്നത് നിന്റെ ഹൃദയത്തിലേക്ക് നീ എടുക്കരുത്. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞത് തന്നെ നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഏതാണ്ട് ഒരു വർഷക്കാലം എനിക്ക് ഈ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിയുള്ളൊരു സംഭവമായിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിലെ ഒരു ഉത്സവത്തിന് പോയ സമയത്ത്, ഹല്ലേലൂയ, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് പോലീസുകാർ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ആൾക്കാരെ അടിച്ചോടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു, ഞാൻ അറിയത്തില്ലായിരുന്നു. എൻ്റെ പുറകിൽ നിന്ന് ഒരു പോലീസുകാരൻ വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് പൊക്കി. അപ്പൊ എൻ്റെ കൈ പൊട്ടി, ഫ്രാക്ചറായി. അപ്പൊ അതിനുശേഷം പോലീസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. ഇതേപോലെ കേസ് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവിടെ. എന്നാൽ ദൈവം, ഹല്ലേലൂയ, ആ സമയത്ത് എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ഏതാണ്ട് 18 പ്രാവശ്യത്തോളം അവിടെ കോടതിയിൽ കയറി ഇറങ്ങി, ഹല്ലേലൂയ, ഈ പോലീസ് കേസ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു ട്രെയിനിങ് എനിക്ക് ലഭിച്ചു. എൻ്റെ ഉള്ളിലുള്ള ഭയത്തെ ദൈവം മെല്ലെ മാറ്റുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ കർത്താവ് എനിക്ക് സ്വന്തം ഒരു കമ്പനി തന്നു. ഹല്ലേലൂയ. ഞാൻ വെറും ഒരു സാധാരണ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ, പക്ഷേ സ്വർഗത്തിലെ ദൈവം തന്നെ, ഹല്ലേലൂയ, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ ഉപവസിച്ചിട്ടില്ല, ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുമില്ല. എന്നാൽ ഞാൻ ആ ടെസ്റ്റ് പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ കർത്താവ് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ എൻ്റെ കയ്യിലേക്ക് ഒരു കമ്പനി തന്നു. ഹല്ലേലൂയ. കൃപയാൽ ഇന്നത് 3.5 വർഷം, ഹല്ലേലൂയ, ഓടി. ഇന്ന് ഒരു കമ്പനി എന്നുള്ളത് ഇന്ന് 3 കമ്പനി, ഹല്ലേലൂയ, കർത്താവ് എൻ്റെ പേരിലേക്ക് ആക്കി തരാൻ ഇടയായി.